ഡെന്റിസ്റ്റുമാർ ആരും തന്നെ ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് റെക്കമെൻഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ അത് തള്ളി പറയുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അത് തള്ളി പറയുന്നത്? ഈ ആയുർവേദിക് ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് ഇല്ല. ഈ ഫ്ലൂറൈഡ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഫ്ലൂറൈഡ് ഇല്ലെങ്കിൽ നമ്മുടെ പല്ലുകൾക്ക് ഇപ്പോൾ ചെറിയ കേടുകൾ വന്നു, അതിനകത്ത് റീമിനറലൈസേഷൻ നടക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകൾക്ക് കേട് വരാതിരിക്കാൻ അതൊരു പ്രിവെന്റീവ് ഫാക്ടറാണ് ഈ നമ്മുടെ നോർമൽ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉള്ള ഫ്ലൂറൈഡ്. ആയുർവേദിക് ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് ഇല്ല. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ അബ്രേസീവ്നെസ്. അതായത് ആയുർവേദിക് ടൂത്ത് പേസ്റ്റിലൊക്കെ നമ്മുടെ എത്രത്തോളം അത് തേയ്മാനം ഉണ്ടാക്കും എന്നുള്ള സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. അപ്പോൾ പല്ലുകൾ വളരെയധികം കൂടുതലായിട്ട് തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ ആയുർവേദ ടൂത്ത് പേസ്റ്റിൽ പലതിലും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോവ് എന്ന് പറഞ്ഞ ഒരു ഒപ്റ്റുണ്ടന്റ് ആണ്. അതുപോലെ തന്നെ നീം എന്ന് പറഞ്ഞ ഒരു ആന്റി ബാക്ടീരിയൽ ഒക്കെ ഉള്ള ഒരു കാര്യമാണ് നീം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ക്ലോവ് ഒക്കെ ഒപ്റ്റുണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പുകച്ചിൽ ഉണ്ടാക്കാം. നമ്മുടെ ഈ ബ്രഷ് ചെയ്യുമ്പോൾ ഗംസിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു പുകച്ചിൽ ഉണ്ടാകും. നമ്മുടെ നോർമൽ ടൂത്ത് പേസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒപ്റ്റുണ്ടന്റ് എഫക്റ്റ് ഉള്ള ഈ ക്ലോവ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പല്ലുവേദനയൊക്കെ വരുമ്പോൾ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ക്ലോവ് ഒക്കെ കടിച്ചു പിടിക്കുകയൊക്കെ ചെയ്യും. അതൊരു ഒപ്റ്റുണ്ടന്റ് എഫക്റ്റ് ഉണ്ട്. അതായത് ഒരു പുകച്ചിൽ പോലെ വരുമ്പോൾ നമ്മുടെ വേദന നമ്മൾ അറിയുന്നില്ല. അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ക്ലോവും ഒരു ഒപ്റ്റുണ്ടന്റ് എഫക്റ്റ് ഉണ്ട്, നീമിന് ഒരു ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്. ഇതൊക്കെ കൊള്ളാം, നല്ലതാണ്. പക്ഷേ നമുക്കൊരു ഡെയിലി യൂസിന് ആയുർവേദ ടൂത്ത് പേസ്റ്റ് ആരും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിന് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്മൈൽ ഇമോജി നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഓൾറെഡി ഡെയിലി ടൂത്ത് പേസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുകയും ചെയ്യാം.